ഹായ് ഓൾ, ഞാനെടുക്കാൻ പോകുന്ന ടോപ്പിക്ക് തേർഡ് മൊഡ്യൂളിലെ മെമ്മറി മാനേജ്മെൻറ്റിലെ പേജിംഗ് എന്നുള്ള സെക്ഷനാണ്. പേജിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് മെക്കാനിസം ആണ്. നോൺ കണ്ടിന്യൂസ് മെമ്മറി അലൊക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് പേജിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പേജിംഗ് വാസ് എ നോൺ കണ്ടിന്യൂസ് മെമ്മറി അലൊക്കേഷൻ ടെക്നിക് ഇൻ വിച്ച് secondary memory and main memory is divided into equal partitions. The partitions of the secondary memory are called pages, while the partition of the main memory are called frames. അപ്പം ഈ ഒരു ടെക്നിക്കിൽ സെക്കൻഡറി മെമ്മറീനെ ആയാലും മെയിൻ മെമ്മറീനെ ആയാലും ഈക്വൽ സൈസിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡറി മെമ്മറീനെ ഡിവൈഡ് ചെയ്തതിനെ നമ്മൾ പേജസ് എന്നാണ് കോൾ ചെയ്യുക. മെയിൻ മെമ്മറീനെ ഡിവൈഡ് ചെയ്തതിനെ ഫ്രെയിംസ് എന്നാണ് കോൾ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകരുത്, നന്നായിട്ട് നോക്കി വെക്കുക. സെക്കൻഡറി മെമ്മറീനെ പേജസിനും മെയിൻ മെമ്മറീനെ നമ്മുടെ സിസ്റ്റത്തിന് ഓൾറെഡി ഉണ്ടാവുന്ന മെമ്മറീനെ ഡിവൈഡ് ചെയ്യുന്നത് ഫ്രെയിംസ് എന്നാണ് കോൾ ചെയ്യുക. പേജിങ് ഒരു ലോജിക്കൽ കോൺസെപ്റ്റാണ്. ഇത് ഡാറ്റാനെ കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേജിങ് യൂസ് ചെയ്യുന്നത്. പേജിങ് ആസ് എ സ്റ്റോറേജ് മെക്കാനിസം ദാറ്റ് അലൗസ് operating system to retrieve processes from the secondary storage into main memory in the form of pages. അപ്പോൾ പേജസിൻ്റെ ഫോമിൽ മെമ്മറിനെ സ്റ്റോർ ചെയ്യുന്ന ഇതാണ് ആക്ച്വലി പേജിങ്ങിൽ നടക്കുന്നത്. സെക്കൻഡറി സ്റ്റോറേജിൽ നിന്നും പ്രോസസ്സിനെ പേജിൻ്റെ ഫോമിലാണ് മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. In paging method, the main memory is divided into small fixed sized block of physical memory which is called frames. അതെന്നാണ് പറയുന്നത്. Then the size of a frame should be kept the same as that of page to have maximum utilization of the memory and to avoid external fragmentation. അപ്പോൾ എന്താണ്, ഈക്വൽ സൈസായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പേജിങ്ങിൽ ഈക്വൽ സൈസായിട്ടാണ് ചെയ്യുന്നത്, അത് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇത് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഈക്വൽ സൈസ്ഡായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി മെമ്മറി അല്ലെങ്കിൽ സ്പേസ് അവൈലബിൾ ആയിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഈക്വൽ സൈസ് ആകുമ്പോൾ പ്രോസസ്സിനെ ഈക്വൽ സൈസ്ഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഒഴിവാക്കാൻ പറ്റും. അതാണ് ഒരു യൂസ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ വരുന്നത് ഒരു പേജ് ടേബിൾ ഉണ്ട്. ആദ്യം അത് എന്താണെന്ന് പറയാം. പേജ് ടേബിൾ എന്ന് പറയുന്നത് ഒരു മാപ്പിംഗ് ആണ്. ഇപ്പോൾ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ മെമ്മറി തമ്മിലുള്ള ഒരു മാപ്പിംഗ് ആണ് ആക്ച്വലി പേജ് ടേബിളിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദ പേജ് ടേബിൾ മെയിൻലി പ്രൊവൈഡ്സ് ദ കറസ്പോണ്ടിങ് ഫ്രെയിം നമ്പർ. അപ്പോൾ ലോജിക്കൽ മെമ്മറിയിലുള്ള പേജസ് കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് പേജ് ടേബിളിൽ ഉണ്ടാവുക. അപ്പോൾ പേജ് ടേബിൾ എൻട്രി കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻഡിവിജ്വൽ പേജ് ഇൻ എ പ്രോസസ് ലോജിക്കൽ അഡ്രസ് സ്പേസ്. ദെൻ ഇത് മെയിൻ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ മെയിൻ മെമ്മറി. ദ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദ പേജ് ടേബിൾ ഈക്വൽ ടു നമ്പർ ഓഫ് പേജസ് ഇൻ വിച്ച് ദ പ്രോസസ് ഇസ് ഡിവൈഡഡ്. അപ്പോൾ നമ്പർ ഓഫ് എത്രയാണോ ഡിവൈഡ് ചെയ്തത് അത്രയും എൻട്രീസ് ആണ് പേജ് ടേബിളിൽ ഉണ്ടാവുക. ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. അതാദ്യം എന്താണെന്ന് പറയാം. ലോജിക്കൽ അഡ്രസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനാണ് ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. Address generated by the CPU is logical address. പിന്നെ PTBR means page table base register
and it is basically used to hold the base address of the page of the current process. പേജ് ടേബിൾ ബേസ് രജിസ്റ്റർ ആണ്. അത് ബേസിക്കലി ബേസ് അഡ്രസ്, പേജിൻ്റെ ബേസ് അഡ്രസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ ഈച്ച് പ്രോസസ് ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡിപെൻഡൻറ്റ് പേജ് ടേബിൾ. അപ്പോൾ ഓരോ പ്രോസസ്സിനും അതിൻ്റെതായ പേജ് ടേബിൾ ഉണ്ടാവും. അപ്പോൾ ഇത് പേജിങ്ങിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫിഗറാണ്, സിമ്പിൾ കൺസെപ്റ്റ് കാണിക്കുന്ന ഒരു ഫിഗറാണ്. ഇപ്പോൾ ലോജിക്കൽ മെമ്മറിയിൽ നമ്മളിതാ പേജ് 1, 2, 3, 4 അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിളാണ്, അവിടെ ഒരു പേജ് ടേബിൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നാല് പേജസാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. അപ്പോൾ പേജ് ടേബിളിലെ എൻട്രീസ് 4 ആണ്. ദെൻ അതിൽ ഓരോ പേജസിൻ്റെ കറസ്പോണ്ടിങ് ഫ്രെയിമിനെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് പേജിൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് 2 ആണ്. അപ്പം അത് ഫിസിക്കൽ മെമ്മറിയിൽ ആ 2 എന്നുള്ള അഡ്രസ്സിലാണ് ആ പേജ് 1 സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ദെൻ 2ൽ 6 ആണ്. അപ്പോൾ 6th ലൊക്കേഷനിലാണ് പേജ് 2 ഉള്ളത്. 3ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 8 ആണ്. 8ലാണ് പേജ് 3 ഉള്ളത്. 4th പേജ് 4 ആണ്. അതാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഫിസിക്കൽ മെമ്മറിയിലുള്ളത്. ഇങ്ങനെ ആയിരിക്കും ഒരു പേജ് ടേബിളിൻ്റെ ഒരു മാപ്പിംഗ് എന്ന് പറയുന്നത്. ദസ് പേജ് ടേബിൾ മെയിൻലി പ്രൊവൈഡ്സ് എ കറസ്പോണ്ടിങ് ഫ്രെയിം നമ്പർ where that page is stored in the memory. Then ഇപ്പോൾ പേജ് ടേബിളിൽ തന്നെ ഇപ്പോൾ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നതിൽ തന്നെ ഇപ്പോൾ CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 പാർട്ട് ഉണ്ട്. PD എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനാണ് ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 പാർട്ട് ഉണ്ടാവും. പേജ് നമ്പർ Pയും പേജ് ഓഫ്സെറ്റ് Dയും. അപ്പോൾ പേജ് നമ്പർ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് ടു റെപ്രസെൻറ്റ് ദ പേജസ് ഇൻ ദ ലോജിക്കൽ അഡ്രസ് സ്പേസ്. ലോജിക്കൽ അഡ്രസ് സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ബിറ്റ്സിനെയാണ് പേജ് നമ്പറിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. പേജ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് ടു റെപ്രസെൻറ്റ് പർട്ടിക്കുലർ വേർഡ് ഇൻ എ പേജ് ഓർ പേജ് സൈസ് ഓഫ് എ ലോജിക്കൽ അഡ്രസ് സ്പേസ്. അപ്പോൾ പേജ് സൈസാണ് പേജ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ വേർഡിൽ പേജിൻ്റെ ഒരു വേർഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പേജ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദ സെറ്റ് ഓഫ് ഓൾ ലോജിക്കൽ അഡ്രസ് ജനറേറ്റഡ് ബൈ എ പ്രോഗ്രാം. അത് വേർഡ് അല്ലെങ്കിൽ ബൈറ്റ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വേർഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് D എന്ന് പറയുന്നത്. അതുതന്നെ ആയിരിക്കും എന്ത് പേജിൻ്റെ സൈസ്, അതുതന്നെ ആയിരിക്കും പേജിൻ്റെ സൈസ്. ഈ ടേംസ് ഒക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ആൻ അഡ്രസ് ജനറേറ്റഡ് ബൈ ദ CPU. ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് ലോജിക്കൽ അഡ്രസ്സസ് ജനറേറ്റഡ് ബൈ എ പ്രോഗ്രാം. ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ആൻ അഡ്രസ് ആക്ച്വലി അവൈലബിൾ ഓൺ ദ മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു മെമ്മറീനാണ് അല്ലെങ്കിൽ അഡ്രസ്സിനാണ് ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. ഇതും ബിറ്റ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് the set of physical address corresponding to the logical address. ആ ലോജിക്കൽ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സാണ് ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും തമ്മിൽ ഡിഫറൻസ്. അപ്പോൾ ലോജിക്കൽ അഡ്രസ് സ്പേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് P എന്ന് പറയുന്നത്. പേജസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് P. ഇനി ഫിസിക്കൽ അഡ്രസ്സിലേക്ക് വരുമ്പോൾ അതിലും ഇതേപോലെ തന്നെ 2 സെക്ഷൻസ് ഉണ്ട്, F ആൻഡ് D. F എന്ന് പറയുന്നത് ഫ്രെയിം നമ്പറാണ്. ഫിസിക്കൽ അഡ്രസ്സ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഫ്രെയിംസ് ഉണ്ടാകുന്നത്. അതിൽ തന്നെ Fഉം Dയും ആണ്. അതിൽ F എന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ് സ്പേസിലെ ഫ്രെയിംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബിറ്റ്സ് ആയിരിക്കും. D പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് ടു റെപ്രസെൻറ്റ് പർട്ടിക്കുലർ വേർഡ് ഇൻ എ ഫ്രെയിം ഓർ ഫ്രെയിം സൈസ്. അപ്പോൾ ഫ്രെയിം സൈസ് Dയും ഫ്രെയിം ഓഫ്സെറ്റ് കേട്ടോ. പിന്നെ പേജ് സൈസ് പറയണത് പേജ്
ഓപ്സെറ്റിൽ ഡി ആയിരിക്കും. അപ്പോൾ അതായിരിക്കും അതിൻ്റെ രണ്ടിൻ്റെയും സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി ഒരു നമ്പറും ഓപ്സെറ്റും ഫ്രെയിം നമ്പറും ഓപ്സെറ്റും ആ ഒരു ഇമേജിൽ നോക്കിയാൽ കാണാം. CPU ജനറേറ്റ് ചെയ്യുന്നത് ലോജിക്കൽ അഡ്രസ്സും അതിൽ പേജ് നമ്പർ ഉണ്ട്, പേജ് ഓപ്സെറ്റ് ഉണ്ട്. പിന്നെ മെയിൻ മെമ്മറി പറയണത് മെയിൻ മെമ്മറി ഉള്ളതാണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിൽ ഫ്രെയിം നമ്പറും ഓപ്സെറ്റും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും എന്ത് പേജ് ടേബിളിൽ ഉള്ള ഇൻഫോർമേഷൻ. ഇപ്പോൾ പേജ് നമ്പർ ഉണ്ട്, ഇപ്പോൾ 4 ഫ്രെയിംസ് ഉണ്ട്, P0 P1 P2 P3 ആണെങ്കിൽ പേജസ് ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രെയിം നമ്പേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളത് ഫ്രെയിം പേജസിനെ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. എന്താണ് ലോജിക്കൽ അഡ്രസ്സ്, ഫിസിക്കൽ അഡ്രസ്സ്, അതൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സപ്പോസ് ഒരു മെയിൻ മെമ്മറി ഉണ്ട്, അതിൻ്റെ സൈസ് പറയുന്നത് 16 KB ആണെന്ന് വിചാരിക്കാം. അത് കംപ്ലീറ്റ്ലി 1 KB ഇപ്പോൾ ഈച്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെയിൻ മെമ്മറീനെ ഡിവൈഡ് ചെയ്താൽ നമ്മൾ ഫ്രെയിം എന്നല്ല പറയുക. അപ്പോൾ ഓരോ 1 KB ഈച്ചായിട്ടുള്ള 16 ഫ്രെയിംസ് ഉണ്ട്, അവിടെ ഫ്രെയിംസ് ഉണ്ട്, കളക്ഷൻ ഓഫ് ഫ്രെയിംസ് ഉണ്ട്. 4 സെപ്പറേറ്റ് പ്രോസസ്സാണ് A1 A2 A3 A4. ഇതൊക്കെ 4 KB സൈസാണ്. ഓരോന്നും 1 KB ഈച്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എന്ത് പേജസ്. ബിഗിനിങ്ങിലാണ് വിചാരിക്കുക ഇനീഷ്യലി. ഇപ്പോൾ ആ ഒരു 4 പ്രോസസ്സ് ഈ ഒരു 16 KB മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സ്മൂത്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതവിടെ സ്റ്റോർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രോസസ് ഓൾ ഫ്രെയിംസ് റിമെയിൻ എംപ്റ്റി സോ ദാറ്റ് ഓൾ പേജസ് ഓഫ് ദ പ്രോസസ് വിൽ ഗെറ്റ് സ്റ്റോർഡ് ഇൻ ദ കണ്ടിന്യൂസ് വേ. അപ്പോൾ A1 ആ ഫസ്റ്റ് 4 സ്ലോട്ടിലുണ്ട്, A2 എന്നുള്ള പ്രോസസ്സ് അല്ല പേജസ് പിന്നെയുള്ള 4 സ്ലോട്ടിൽ, A3 എന്നുള്ളതിൽ പിന്നെ 4 സ്ലോട്ടിൽ, പിന്നെ A4 എന്ന് പറയുന്നത് പിന്നെയുള്ള 4 സ്ലോട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് പ്രോസസ്സ് നടന്നു. ദെൻ ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക അതിൽ തന്നെ A2ഉം A4ഉം ആ ഒരു മെയിൻ മെമ്മറിയിൽ നിന്നും റിമൂവ് ചെയ്തു. അങ്ങനെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ കുറച്ച് സമയത്തേക്ക് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോയാൽ ആ ഒരു സമയത്ത് അവിടെ A1 ഓൾറെഡി മെയിൻ മെമ്മറിയിലുണ്ട്, പിന്നെ A2 ആ സ്പേസ് അവിടെ ഫ്രീ ആയിരിക്കും. പിന്നെ A3 ഓൾറെഡി മെയിൻ മെമ്മറിയിൽ തന്നെ ഉണ്ട്, പിന്നെ A4 ആ സ്പേസ് ഫ്രീ ആയിരിക്കും. സപ്പോസ് വിചാരിക്കുക A5 എന്നുള്ളൊരു പ്രോസസ്സ് റെഡി ക്യൂവിൽ വെയിറ്റിംഗ് ആണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8 KB ആണ്. അതും ഇതേപോലെ തന്നെ 8 പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ KB ആയിട്ട് 1 KB per each. ഓക്കെ, ദെൻ ആ ഒരു A5 എന്നുള്ളൊരു പ്രോസസ്സ് ഇപ്പോൾ ഈ മെയിൻ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട സമയത്ത് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അവൈലബിൾ അല്ല മെമ്മറി. അപ്പോൾ ഇങ്ങനെ പേജിങ് ആയിട്ട് പേജിങ് എന്നുള്ളതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇവിടെയാണ് കാണുന്നത്. അപ്പോൾ പേജസ് ആക്കി ഡിവൈഡ് ആക്കിയതുകൊണ്ട് തന്നെ A5 4 ആയിട്ടാണ്. ഇപ്പം ഫസ്റ്റിലെ സ്ലോട്ടിലേക്ക് 4ഉം പിന്നെയുള്ള സ്ലോട്ടിലേക്ക് 4ഉം ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഹിയർ യു ക്യാൻ സീ ദാറ്റ് there are 8 non-continuous frames which is available in the memory, and paging offers the flexibility of storing the process at different places. അപ്പോൾ ആ 2 ഡിഫറെൻറ്റ് പ്ലേസസിലാണ് A5 എന്നുള്ളൊരു കംപ്ലീറ്റ് പ്രോസസ്സ് പേജസ് ആക്കി ഡിവൈഡ് ചെയ്ത ആ ഒരു പ്രോസസ്സ് മെയിൻ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ദിസ് അലോ us to load the pages of process A5 instead of A2 and A4. അപ്പോൾ നേരത്തെ A2ഉം A4ഉം വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോയതിന് ശേഷം അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സ്പേസിലാണ് പിന്നെന്ത് A5 സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പേജിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നോൺ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറിയിൽ എന്നുവെച്ചാൽ ഉള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ്
പേജിങ് ആക്കി ചെയ്തിട്ടുണ്ടെങ്കിലുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ പേജിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുകയാണെങ്കിൽ, അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈസി ടു യൂസ് മെമ്മറി മാനേജ്മെൻറ്റ് അൽഗോരിതം. മെമ്മറി മാനേജ്മെൻറ്റ് അൽഗോരിതം യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ദെൻ നോ നീഡ് ഫോർ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ്റെ ആവശ്യം വരുന്നില്ല. എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് വേരിയബിൾ സൈസ് വേറെ വേറെ സൈസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഒക്കർ ചെയ്യുക. അപ്പോൾ ഇത് ഈക്വൽ സൈസിലാണ് പേജിങ്ങിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ പറയുന്നത് സ്വാപ്പിംഗ് ഈസ് ഈസി ബിറ്റ്വീൻ ഈക്വൽ സൈസ്ഡ് പേജസ് ആൻഡ് പേജ് ഫ്രെയിംസ്. സ്വാപ്പിംഗ് വളരെ എളുപ്പമാണ്. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മേ കോസ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഹാപ്പൻസ് വെൻ ദ മെത്തേഡ് ഓർ ദ പ്രോസസ് ഇസ് ലാർജർ ദാൻ ദ മെമ്മറി. ആ മെമ്മറിനെക്കാട്ടിയും വലുതാണെങ്കിലാണ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഒക്കർ ചെയ്യുക. ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ആക്ച്വലി ഈക്വൽ സൈസ്ഡ് പാർട്ടീഷനിലാണ് ഒക്കർ ചെയ്യുക, വേരിയബിൾ സൈസിലല്ല. പക്ഷേ ലാർജർ മെമ്മറിയാണ് വേണ്ടതെങ്കിൽ അവിടെ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിക്കും. അതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. പേജ് ടേബിൾ കൺസ്യൂം അഡീഷണൽ മെമ്മറി. കാരണം പേജ് ടേബിളും മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊരു അഡീഷണൽ മെമ്മറി എടുക്കുന്നുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജാണ്. മൾട്ടി ലെവൽ പേജിങ് മേ ലീഡ് ടു മെമ്മറി റെഫറൻസ് ഓവർഹെഡ്. പേജിങ്ങിൽ തന്നെ മൾട്ടി ലെവൽ പേജിങ് ഒക്കെ ഉണ്ട്. അത് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേജിങ്ങിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.